ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി നമുക്ക് യെശയ്യാ പ്രവചനം അതിൻ്റെ 51 അധ്യായത്തിൻ്റെ 1 മുതൽ അതിൻ്റെ 8 വാക്യം വരെ നമുക്ക് വായിക്കാം. ഐസിയ ചാപ്റ്റർ 51 വേഴ്സസ് 1 to 8. നമുക്ക് ശ്രദ്ധയോടെ ആദ്യമേ ഇത്രയും വേദഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാവ് 51 1 മുതൽ 8 വരെ. ഐസിയ 51 വേഴ്സ് 1 to 8. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എൻ്റെ വാക്കു കേൾപ്പിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിൻ്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെപ്പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും. എൻ്റെ ജനമേ, എൻ്റെ വാക്കു കേൾപ്പീൻ. എൻ്റെ ജാതിയെ എനിക്ക് ചെവി തരുവിൻ. ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ എൻ്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എൻ്റെ നീതി സമീപമായിരിക്കുന്നു. എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ. താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പൊയ്പോകും. ഭൂമി വസ്ത്രം പോലെ പഴകും. അതിലെ നിവാസികൾ കൊതുകുപോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കുമിരിക്കും. എൻ്റെ നീതിക്ക് നീക്കം വരികയുമില്ല. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ, എൻ്റെ വാക്കു കേൾപ്പിൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെപ്പോലെ അരിച്ചു കളയും. കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നുകളയും. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. നമുക്ക് ഈ വേദഭാഗം നമ്മൾ ഇത്രയും വായിച്ചല്ലോ. നമുക്കിനിയും അതിൻ്റെ ആദ്യത്തെ വാക്യം തൊട്ട് പിന്നെയും ശ്രദ്ധയോട് നമുക്ക് വായിച്ച് പ്രാർത്ഥനയോട് നമുക്ക് വായിക്കാം. ദൈവാത്മാവ് നമ്മളോട് എന്തുവാ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് അതിൻ്റെ 1 വാക്യം ഒന്നുകൂടെ വായിക്കാം. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ, എൻ്റെ വാക്കു കേൾപ്പീൻ. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ പിന്നെയും ദൈവാത്മാവ് പറയുന്ന ഒരു വിഷയമുണ്ട്. എൻ്റെ വാക്ക്, ഞാൻ പറയുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നമ്മൾ ദൈവവചനം ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞ വിഷയമാണ്, നമ്മൾ വായിക്കാറുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ദൈവവചനം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്ന ആ വാക്കുകൾ ഞാൻ ശ്രദ്ധയോട് കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് എന്തുവാ പറയുന്നത്? ആദ്യമേ നീതിയെ പിന്തുടർന്നവർ, ഇംഗ്ലീഷിലാണ് ഈ ദാറ്റ് ഫോളോ ആഫ്റ്റർ റൈച്ചസ്നെസ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് ആരോടാ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കിയ വ്യക്തി ജീവിതങ്ങളോടാ ദൈവം സംസാരിക്കുന്നത്. അതുമാത്രമല്ല, യഹോവയെ അന്വേഷിക്കുന്നവർ 2 പേര്, നീതിയെ പിന്തുടർന്നവർ. ഈ വ്യക്തികളുടെ പ്രത്യേകത എന്താ? ജീവിതത്തിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഉദാസീനർ ആവും. നമ്മൾ നിരാശപ്പെടും. നമ്മുടെ ആ സന്തോഷം നഷ്ടപ്പെടും. നമ്മൾ വ്യാകുലരാകും. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാറില്ലയോ? ഒരു ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ ദൈവ പൈതൽ, ഞാൻ ദൈവത്തിൻ്റെ ആലയം, ഞാൻ ദൈവത്തിൻ്റെ മകൻ,
സർവശക്തൻ എൻ്റെ കൂടെ വസിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതുമുണ്ട്. എന്നാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ എന്തിനാ വ്യാകുലനാകുന്നത്? നമ്മൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, നമ്മൾ മനുഷ്യരില്ലയോ? ഞാൻ ആ വാക്ക് പറഞ്ഞ് നമ്മൾ മനുഷ്യരാന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? ദൈവാത്മാവ് ചോദിക്കുന്നത്, നീ എന്തിനാ വ്യാകുലപ്പെടുന്നത്? നിനക്ക് എൻ്റെ പുറത്ത് വിശ്വാസമില്ലയോ? ഞാൻ വിശ്വസ്തൻ അല്ലയോ? നിന്റെ ജീവിതത്തിൽ നിരാശയും പ്രയാസവും ബുദ്ധിമുട്ടും രോഗവും മരണം ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ മനസ്സിൽ നീ ചിന്തിക്കുന്നത് എന്താ? നിന്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ ഞാൻ നല്ലപോലെ അറിയുന്നുണ്ടെന്നേ. നിന്റെ ചിന്ത, എൻ്റെ ജീവിതത്തിൽ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ദൈവം എന്നെ കൈവിട്ടോ? ഇതിൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് തെറ്റ് സംഭവിച്ചുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കുവാണോ? ഇന്ന് ഒത്തിരി പേരുണ്ട്, അവർ പറയുന്നത് ബന്ധനം, പോരാട്ടം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഇരുന്ന് വചനം കേൾക്കുന്ന എൻ്റെ വിശ്വാസം, നമ്മളെല്ലാം വിശ്വാസികളാ. എൻ്റെ കർത്താവ് വിശ്വസ്തനാണോ? നീതിമാനാണോ? ദൈവാത്മാവ് ചോദിക്കുന്നേ, നീതിയെ പിന്തുടർന്നവർ. എൻ്റെ ദൈവം നീതിമാനാണോന്ന് എനിക്ക് അകത്ത് ആ ഒരു പ്രാഗൽഭ്യം, ആ ഒരു ഉറപ്പുണ്ടോ? നീതിമാൻ പറയുമ്പോൾ ദൈവത്തിന് മോഹപക്ഷം ഇല്ല. ദൈവം എന്നോട് അനീതി കാണിക്കത്തില്ല. വിശ്വസ്തനാ. എന്നോട് ദൈവം അനീതി കാണിക്കത്തില്ല. എന്നെ സ്നേഹിക്കുന്നുണ്ട്. അന്യായം ചെയ്യത്തില്ലെന്ന്. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നവും പ്രയാസം വന്നാലും എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവവചനത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നേ. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും കൈവിടുകയില്ല. എൻ്റെ കർത്താവ് പറഞ്ഞതാ, അത് മതി. ഞാനത് വിശ്വസിക്കുന്നു. രോഗമോ പ്രശ്നമേത് വന്നോട്ടെ, ഇത് എൻ്റെ നന്മയ്ക്കാ, എന്നെ തകർക്കാനല്ല. ഇത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ദൈവം അനുവദിച്ചതാണ്. എനിക്ക് ആ ഉറപ്പകത്തുണ്ടോ? എൻ്റെ ദൈവം നീതിമാൻ, അനീതി കാണിക്കത്തില്ല. എൻ്റെ കർത്താവ് ഒരിക്കലും കള്ളം പറയത്തില്ല. എന്നെ തകർക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അടുത്തത്, ദൈവത്തെ അന്വേഷിക്കുന്നവർ. ദൈവത്തെ അന്വേഷിക്കുന്നവർ പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ലോകത്തിൽ കണ്ടാൽ അനേക വിശ്വാസങ്ങളുണ്ട്, വിവിധ മതങ്ങളുണ്ട്, 4200 വിശ്വാസങ്ങളുണ്ട്. ഇന്ന് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് ബന്ധപ്പെടുന്നത് നമുക്ക് കാണാമല്ലോ. എത്ര ഭക്തിയാ ചെയ്യുന്നത്, എത്ര ഭക്തിയാ ചെയ്യുന്നത്. ഉദാഹരണമായി, നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും പൈസയുള്ള ഒരു കുടുംബമാണ് അംബാനി. അംബാനിയുടെ കുടുംബം നിങ്ങൾ എപ്പോൾ ശ്രദ്ധിച്ചാലും അവർ ഈ അമ്പലങ്ങൾ, ഈ മതസ്ഥാനങ്ങളിൽ മാത്രമേ അവർ യാത്ര ചെയ്യുന്നുള്ളൂ. മനസ്സിലൊരു ചോദ്യം വരും, നിനക്ക് ഇത്രയും ധനമുണ്ടായിട്ട് പിന്നെയും നീ ഇവിടൊക്കെയാണോ നീ പോകുന്നത്? എന്താ ഇത്രയും ധനമുണ്ടായിട്ട് നിനക്ക് സ്വസ്ഥതയില്ലയോ? നിനക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലയോ? നീ എന്താ ഇത്രയും ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററിലും പ്ലെയിനെ കയറി നടന്നോ എങ്ങനെയൊക്കെ ഈ സ്ഥലങ്ങളിൽ പോകുന്നത്? മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുക. കാരണം പാപം അകത്തുള്ളതുകൊണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ ഇറങ്ങി ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ആ നിമിഷം തൊട്ട് ദൈവമായിട്ട് അടുപ്പം നഷ്ടപ്പെട്ടു, ആ ബന്ധം നഷ്ടപ്പെട്ടു.
അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് ഒത്തിരി ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ ഞാനും ദൈവത്തെ അന്വേഷിക്കേണ്ടിയവനാണോ? ദൈവം വല്ല മലയിലാണോ ഇരിക്കുന്നത്? അതോ വല്ല പള്ളിയിലോ അമ്പലത്തിലാണോ ദൈവം വസിക്കുന്നത്? ഞാൻ ദൈവത്തെ അന്വേഷിച്ച് എവിടെയെങ്കിലും പോകണോ? സർവവ്യാപിയായ ദൈവം എൻ്റെ അടുത്തില്ലയോ? ഞാനൊരു ദൈവ പൈതലായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആലയമല്ലയോ? ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെന്നെ പറഞ്ഞാൽ ഇതാരെക്കുറിച്ചാ? ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ അകത്ത് ഒരു വാഞ്ചയുണ്ട്, ഒരു ദാഹമുണ്ട്. എനിക്ക് ഈ കർത്താവിനെ കൂടുതലായി അറിയണം. ഇന്ന് നമ്മളിൽ എത്ര പേരുടെ അകത്ത് ഈ ഒരു വാഞ്ചയുണ്ട്? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ആദ്യമേ ദൈവം നീതിമാനാണെന്ന് ഉറപ്പുണ്ടോ? ദൈവത്തെ കൂടുതലായി അറിയുവാനുള്ള ആ ആഗ്രഹം, ആ ദാഹം അകത്തുണ്ടോ? അതോ ഞാൻ തൃപ്തനായിട്ടാണ് ഇരിക്കുന്നത്? ഇന്ന് ഒത്തിരി വിശ്വാസികളുണ്ട്. അവർ ആരാധനയ്ക്കൊക്കെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്. പക്ഷെ കർത്താവിനെ കൂടുതലായി അറിയുവാനുള്ള ആ ദാഹം, ആ വാഞ്ച അവരുടെ അകത്തില്ല. സോ ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ പറഞ്ഞാൽ എനിക്ക് എൻ്റെ കർത്താവിനെ കൂടുതലായി അറിയണം. അറിയേണ്ടി പോലും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനിയും അതിൻ്റെ അടുത്ത ഭാഗത്തിൽ എന്തുവാ പറയുന്നേ? ഒന്നാമത്തെ വാക്യം, വേഴ്സ് 1, സെക്കൻഡ് പാർട്ട്. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഇവിടെ ഇനിയും ഇങ്ങനെ നീതിയെ അന്വേഷിക്കുന്നവർ, പിന്തുടർന്നവർ, ദൈവത്തെ അന്വേഷിക്കുന്നവരോട് ദൈവം പറയുന്നത്, ഒന്ന് പുറകോട്ടൊന്ന് നോക്കിയേ. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക് നീ ഒന്ന് ശ്രദ്ധിച്ചാലോ. നിന്നെ കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്ക് ഒന്ന് നോക്കിയേ. നീ എവിടെ കിടന്നവനാ? ഒരു സമയത്ത് നമ്മൾ ഓരോരുത്തരും എവിടെ കിടന്നവരാ ഇന്ന് നമ്മളായിരിക്കുന്നത്? ഒന്ന് പിന്നോട്ട് നോക്കിക്കേ. ദൈവം നമ്മളെ നടത്തിയ ആ വിധങ്ങൾ, ആ മാർഗങ്ങൾ, നമ്മൾ ദൈവത്തെ എത്ര ആരാധിക്കേണ്ടതാ. നമ്മൾ ചിലപ്പോഴൊക്കെ മറന്നു പോകും. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് നിരാശപ്പെടുന്നത്, ഭാരപ്പെടുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ദൈവം ഈ നിമിഷം വരെ വിശ്വസ്തനായി നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തിയോ? നമ്മൾ ദൈവഹിതത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടല്ലോ. എന്നിട്ടും വിശ്വസ്തനായി നമ്മളെ മടക്കിക്കൊണ്ടുവന്നോ? നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും നമ്മൾ പോയിട്ടുണ്ട്. വിശ്വാസത്തിൽ എത്ര അവസരങ്ങളിൽ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളുണ്ടല്ലോ, ഭാരപ്പെട്ട ദിവസങ്ങളുണ്ടല്ലോ. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലയോ? നമ്മൾ എങ്ങനെയാ ദൈവം നടത്തിയത്? ഉദാഹരണമായി ഞങ്ങളും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആഷ്ബൺ വെർജീനിയയിൽ നിന്ന് വാഷിങ്ടൺ DC റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ആംട്രാക്ക് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഊബറിലാണ് വരുന്നത്. സോ അവിടുത്തെ പാസ്റ്റർ ഞങ്ങൾക്ക് ഊബർ ബുക്ക് ചെയ്ത് തന്നു. ഞങ്ങൾ ഊബർ വന്നപ്പം അതിൻ്റെ ഡ്രൈവറിനെ ഞങ്ങൾ കണ്ടപ്പം താടിയുള്ളവനാ, ഒരു കരമ്പൻ വ്യക്തിയാ. എൻ്റെ മനസ്സിൽ ഉടനെ വന്നത് ഇദ്ദേഹം ഒരു മുസ്ലിം വിശ്വാസിയായിരിക്കും, കാരണം താടിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ വണ്ടിയിലിരുന്നു. അന്നേരം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എവിടുത്തെ ഏത് രാജ്യത്തിൽ നിന്നാണ് വന്നത്? കാരണം ഞാൻ ചിന്തിച്ചേ വേറെ നമ്മുടെ ഈ ഇന്ത്യയിലോ ബാംഗ്ലാദേശോ അവിടുന്ന് എവിടെയെങ്കിലും വന്നതായിരിക്കും. പക്ഷേ അദ്ദേഹം എന്നോട് പറയാം, ഞാൻ വെളിയിൽ നിന്ന് വന്നവനല്ല, ഇത് അമേരിക്ക എൻ്റെ രാജ്യമാണ്, ഞാൻ നോർത്ത് കാരോലൈനയിൽ ജനിച്ച് ഞാൻ ഇവിടുത്തെ ഒരു കരമ്പനാണ്.
സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പരിചയം കൊടുത്തു. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ന മിഷണറീസാ ഇവിടെ ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി വന്നതാ. അന്നേരം പുള്ളിക്കാരൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടനെ തന്നെ പറഞ്ഞത് പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പിടികിട്ടി ഇതേ മുസ്ലിം അല്ല, വിശ്വാസിയ. പിന്നെ നമ്മൾ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പുള്ളിക്കാരൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയെന്നേ. വണ്ടി ഓടിച്ചുകൊണ്ട് ആഷ്ബേണിൽ നിന്ന് ബിസി ട്രാഫിക്കിൽ വാഷിങ്ടൺ DC ആംട്രാക്ക് സ്റ്റേഷനിലേക്ക് വരിക. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അന്നേരം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ശരീരത്തിൽ പ്രയാസമുണ്ട്, എമിക്കും ഇങ്ങനത്തെ പ്രയാസമുണ്ട്. അന്നേരം ഉടനെ തന്നെ പുള്ളിക്കാൻ പറയാൻ തുടങ്ങി, ഇത് ദൈവത്തിൻ്റെ ആലയമില്ലയോ? ഇതിൽ ക്യാൻസറിന് സ്ഥാനമുണ്ടോ? രക്തം കൊടുത്ത് വാങ്ങിയതല്ലയോ? ക്യാൻസറെ നിനക്ക് ഈ ശരീരത്തിൽ ഒരവകാശവും ഇല്ല. ഒന്ന് ചിന്തിച്ചേ. ഞങ്ങൾ ആഷ്ബേണിൽ ശുശ്രൂഷ 3 ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി സ്റ്റേഷനിലേക്ക് വരിക. അന്നേരം ഞങ്ങളുടെ മനസ്സിലൊരു നിരാശയും ഉണ്ടായിരുന്നു. കർത്താവെ, നിരാശ പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായി 20 വർഷമായി ഞങ്ങൾ അമേരിക്കയിൽ വരുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിച്ചു. പക്ഷെ ചില വ്യക്തികളെ കാണുമ്പോൾ കർത്താവെ, ഇത്ര വചനം കേട്ടിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമില്ലല്ലോ. എത്ര പ്രാവശ്യം ഞങ്ങൾ വന്നു, അവരുടെ കൂടെ ഇരുന്നു, അവരെ ബലപ്പെടുത്തി, പക്ഷെ വേണ്ടിയ പോലെ വളർച്ചയില്ലല്ലോ പറഞ്ഞ് മനസ്സിൽ നിരാശയുണ്ടായിരുന്നു. പക്ഷെ അന്നേരമായി ഈ വ്യക്തി ഞങ്ങളെ കാണുന്നേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ആ പ്രാർത്ഥന, ആ വ്യക്തിയുടെ പ്രാർത്ഥന, ഞാൻ ജസ്റ്റ് ഇതൊരു അനുഭവം പറഞ്ഞത്. ഞങ്ങൾ ശുശ്രൂഷയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ തക്ക സമയത്ത് ഒരു ടാക്സി ഡ്രൈവറിനെ ദൈവം കൊണ്ടുവന്നു, ഞങ്ങളെ ബലപ്പെടുത്തി. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളും കാനഡയിൽ നിന്ന് അമേരിക്കയിൽ മാർച്ച് 22 സിയാറ്റിൽ വഴി വരുമ്പോൾ, ആ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു, കർത്താവെ, അമേരിക്കയിൽ ഇപ്പോൾ സെക്യൂരിറ്റി ഒത്തിരി ടൈറ്റ് ആയല്ലോ. ബോർഡർ ഗാർഡ് ചോദിക്കുമായിരിക്കും, ഒത്തിരി ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരിക്കും. പക്ഷെ അതേ എൻ്റെ പാസ്പോർട്ട് എടുത്തപ്പം അതിൽ കുറേ സ്റ്റാമ്പ്സ് ഉണ്ട്. എന്നോട് ചോദിക്കുക, ഒത്തിരി സ്ഥലത്ത് പോകുന്നതാണല്ലോ. ഞാൻ പറഞ്ഞു, അതെ, ഞാനൊരു മിഷണറിയാന്ന് പറഞ്ഞപ്പം പുള്ളിക്കാൻ പറയുന്നത്, സേവ്ഡ് ബൈ ഗ്രേസ്, കൃപയാലില്ലയോ രക്ഷിക്കപ്പെട്ടത്. അമേരിക്കയിലെ ബ്ലെയിനിലുള്ള ഇമിഗ്രേഷൻ ഓഫീസർ ഞങ്ങളോട് പറയുന്ന വാക്കുകളാ, കൃപയാലില്ലയോ രക്ഷിക്കപ്പെട്ടത്. ഞാനിത് പറയുന്നത് ആ വ്യക്തിയെ ആ സമയത്ത് ഞാൻ കാണുന്നു, ഞങ്ങൾ ചിന്തിച്ചതല്ലല്ലോ. തക്ക സമയത്ത് ഞങ്ങളുടെ 2 അനുഭവം നിങ്ങളുടെ മുമ്പേ വെച്ചത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കാമോ? തക്ക സമയങ്ങളിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തിയിട്ടുണ്ടോ? ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെ വെട്ടിയെടുത്ത ആ പാറയിലേക്കൊന്ന് നോക്കിയേ. എവിടെ നിന്നാ പൊക്കിയെടുത്തത്? കൃപയാൽ. നമ്മളല്ലല്ലോ ദൈവത്തെ തെരഞ്ഞെടുത്തത്, ദൈവമില്ലയോ നമ്മളെ തെരഞ്ഞെടുത്തത്. അനുഭവങ്ങൾ പറയാൻ നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ സാക്ഷ്യങ്ങളുണ്ടല്ലോ. എന്നിട്ടാണോ ഞാൻ ഭാരപ്പെടുന്നത്, വ്യാകുലപ്പെടുന്നത്? അടുത്തത് വായിച്ച എൻ്റെ 2ാമത്തെ വാക്യം, നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചുമിരിക്കുന്നു. ഇവിടെ ഇനിയും ദൈവം തൻ്റെ ജനം യാക്കോബിൻ്റെ ഗൃഹത്തോട്, ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങൾക്കാര ഈ ബന്ധനത്തിൽ കിടക്കുന്നു, നിരാശരായിട്ടില്ലയോ നിങ്ങൾ ഇരിക്കുന്നത്? ഈ 51 അധ്യായം നമ്മൾ നോക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ആ രീതി നോക്കിക്കേ. 50 അധ്യായത്തിലൊക്കെ നമ്മൾ ക്രിസ്തുവിനെ കണ്ടല്ലോ. ഇനി ഈ അധ്യായത്തിൽ തൻ്റെ ജനത്തെ ദൈവം ബലപ്പെടുത്തുന്നത്, നിങ്ങളുടെ പിതാവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആ അബ്രഹാം, ആ സാര,
ഏകനായിട്ടില്ലയോ ഞാൻ വിളിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവി വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആ വചനം ദൈവാത്മ വെളിപ്പെടുത്തുമ്പോൾ തന്നെത്താനെ അകത്തുനിന്ന് ആരാധിക്കാനുള്ള മനസ്സ് വരുന്നേ. ഞങ്ങളും ഈ വചനം നിങ്ങളോട് പങ്കിടുമ്പോൾ വാക്കുകളില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ലെന്നേ. നിങ്ങളുടെ പിതാവ് അബ്രഹാമിലേക്ക് നോക്കിക്കേ, ഞാൻ ഏകനായിട്ടാണ് അവനെ വിളിച്ചത്. ആ ഊരിൽ നിന്ന് വിളിച്ച് ഞാൻ കനാനിൽ കൊണ്ടുവന്നു. നമുക്കറിയാമല്ലോ അബ്രഹാമിൻ്റെ ജീവിതം. സൺഡേ സ്കൂളിൽ നമ്മൾ നല്ലപോലെ പഠിക്കുന്നതാണല്ലോ. അബ്രഹാമിനെയും സാറായെയും നടത്തിയ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ എഴുതിയേക്കുന്നത്, ഞാൻ അവനെ ഏകനായിട്ടാണ് വിളിച്ചത്, ഞാൻ അവനെ അനുഗ്രഹിച്ചു, ഞാൻ അവനെ വർദ്ധിപ്പിച്ചു. ഒരു സമയം അബ്രഹാമിന് സന്തതിയില്ല, ലോത്താ കൂടെ വരുന്നത്. ഒരു സമയം ഈ അബ്രഹാം തന്നെ ഇല്ലേ ദൈവത്തോട് പറഞ്ഞത്, നീ എനിക്ക് സന്തതി തന്നിട്ടില്ല. ഈ ദാസൻ എലിയാസർ എൻ്റെ സന്തതി ആയിക്കോട്ടെ. ദൈവം അബ്രഹാം നമ്മുടെ പോലത്തെ ഒരു മനുഷ്യനോട് ഉടമ്പടി ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം വീടോ വണ്ടിയോ ജോലിയോ അതൊന്നുമല്ല. അനുഗ്രഹം പറഞ്ഞാൽ ഞാനായിരിക്കും നിന്റെ മുമ്പേ നടന്ന് നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്നത്. അതാ അനുഗ്രഹം, ബാക്കി ഭൗതിക കാര്യങ്ങളല്ല. ആ അബ്രഹാമിനെ ദൈവം നടത്തിയോ? ഒരു സന്തതി ഇല്ലാത്തവന് ദൈവം സന്തതി കൊടുത്തോ? എത്ര വർദ്ധിപ്പിച്ചു. ഉദാഹരണമായി മിസ്രൈമിൽ ഇസ്രായേൽ ജനമുള്ളപ്പം ഫറവോൻ പറഞ്ഞതില്ലയോ, ഇവരുടെ ആൺമക്കൾ, ജനിക്കുന്ന ആൺമക്കളെ എല്ലാം കൊല്ലണം എന്ന്. അവർ ബന്ധപ്പെട്ടു. എന്നിട്ടും 70 പേരാ പോയത്. 32 ലക്ഷം ജനം, ഏതാണ്ട് 32 ലക്ഷം ജനമില്ലയോ അവിടുന്ന് ഇറങ്ങി വരുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഞാൻ അവനെ വർദ്ധിപ്പിച്ചു. ഇന്ന് നമ്മളായിരിക്കുന്ന ആ സ്ഥാനത്തിൽ നിന്ന് പുറോട്ട് നോക്കിക്കേ. ദൈവം നമുക്ക് വേണ്ടി വാതിൽ തക്ക സമയത്ത് തുറന്നിട്ടുണ്ടോ? പ്രതീക്ഷിക്കാത്ത രീതികളിൽ ദൈവം നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്താ? എന്നെ തെരഞ്ഞെടുത്തതാ. ഞാനല്ല ദൈവത്തെ തെരഞ്ഞെടുത്തത്, ദൈവമാ എന്നെ തെരഞ്ഞെടുത്തത്. ആ അബ്രഹാമും സാറാനെ ഒന്ന് നോക്കിക്കേ. നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അവരെ നടത്തിയെങ്കിൽ എന്നെ നടത്തത്തില്ലയോ? ഇസ്രായേൽ ജനമേ, നിങ്ങൾ ബാബിലോണിൽ പ്രവാസത്തിലായിരിക്കുമ്പോൾ, അടിമകളായിരിക്കുമ്പോൾ ഭാരപ്പെടണ്ട. നിന്റെ സാഹചര്യം ഏതായിക്കോട്ടെ, നീ സാഹചര്യത്തെ നോക്കി ഭാരപ്പെടണ്ട. നിന്നെ ഞാൻ തെരഞ്ഞെടുത്തതാ. നടത്തിയ രീതി ഒന്ന് നോക്കേ. നീ എന്താ പിന്നോട്ട് നോക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിരാശ ഒക്കെ വരാറുണ്ട്. ഉദാഹരണമായി യോഹന്നാൻ സ്നാപകനെ ഒന്ന് നോക്കിയാൽ, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകൻ സത്യത്തിനു വേണ്ടി നിന്നുകൊണ്ട് ഒടുവിലത്തെ സമയം വന്നപ്പം കാരാഗ്രഹത്തിൽ ഏകനായിട്ട് ഇരിക്കുക. അന്നേരം യോഹന്നാൻ്റെ ശിഷ്യന്മാർ ചിലപ്പം വരുന്നുണ്ടായിരിക്കും. കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. നമുക്ക് വചനത്തിൽ കാണാവുന്ന ഒരു വിഷയം, യോഹന്നാൻ നിരാശനായി. യോഹന്നാൻ സ്നാനപ്പെടുത്തുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് നിരാശനായി. എന്താ യോഹന്നാൻ്റെ നിരാശയുടെ കാരണം? എന്താ? ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പേ വെളിപ്പെടുത്തിയ വ്യക്തി
ഇവൻ മസിയ തന്നെയാണോ അതോ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ? യോഹന്നാന്റെ നിരാശയൊന്ന് നോക്കിക്കേ. വഴി ഒരുക്കുവാനായി എന്നെ അയച്ചത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവനെ വെളിപ്പെടുത്തുവാനായി എന്നെ മുമ്പേ അയച്ചത്. എനിക്ക് അബദ്ധം പറ്റിയോ? ഞാൻ വേറെ ഒരു വ്യക്തിയാണോ പരിചയപ്പെടുത്തിയത്? കാരണം ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കണ്ടാൽ സംശയം വരും. ഞാൻ ഒരു നാസീർ വ്രതം എടുത്തവനാ. ഞാൻ വീഞ്ഞ് അതിൻ്റെ രുചി എനിക്കറിയത്തില്ല. എൻ്റെ മുടി വെട്ടിയിട്ടില്ല. ഞാൻ ഒരു ശവത്തെ തൊട്ടിട്ടില്ല. പക്ഷെ എൻ്റെ പിന്നാലെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്ത ഈ വ്യക്തിയുടെ ആദ്യത്തെ അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കിയല്ലോ. ഇവൻ ശവത്തെയൊക്കെ തൊടുന്നുണ്ടല്ലോ. സ്ത്രീകൾ വന്ന്, വേശ്യകൾ വന്ന് ഇവൻ്റെ കാല് കണ്ണുനീരുകൊണ്ട് കഴുകുന്നുണ്ടല്ലോ, മുടി കൊണ്ട് തുടയ്ക്കുന്നുണ്ടല്ലോ. ഇവൻ പാപികളുടെ ഇടയ്ക്കാണല്ലോ വസിക്കുന്നത്. ചിന്തിച്ചേ, ആ കാരാഗ്രഹത്തിൽ യോഹന്നാൻ തന്നെ ഇരുന്ന് ഈ കാര്യങ്ങൾ ഓർത്ത് നിരാശപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും നിരാശ വരുന്ന സമയങ്ങളുണ്ട്. ദൈവം അനുവദിക്കുന്നതാ. ആ നിരാശരായിരിക്കുമ്പോഴില്ലയോ ശത്രു വന്ന് നമ്മുടെ അടുത്ത് എത്ര കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഓർക്കണം, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിരാശയുടെ ആ സമയത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ, ആ താഴ്വരകളുടെ ആ അനുഭവത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ, മറ്റോർ നമ്മളെ എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ തന്നെയാണ് ആശ്വാസം കണ്ടെത്തേണ്ടത്. നമ്മൾ 50-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഇരുട്ടിൽ നടക്കുന്നവർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച ഒരു വിഷയമില്ലയോ? ഇരുട്ടിൽ നടക്കുന്നവർ, വെളിച്ചം കാണാത്തവർ, അവർ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ സമയം വരുമ്പോൾ ഞാൻ സ്വയമേ ബലപ്പെടേണ്ടത്. അതെങ്ങനെ ബലപ്പെടും? യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിരാശ വന്നിട്ടുണ്ട്, പക്ഷെ ആ പ്രാവിനെ അവൻ കണ്ടിട്ടുണ്ട്. ആ വിഷയം യോഹന്നാന് സ്പഷ്ടമായി അറിയാം. ഞാൻ പ്രാവിനെ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ശുശ്രൂഷ കണ്ട സംശയം വരുന്നുണ്ടെങ്കിലും ആ അടയാളത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അടയാളങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുക, അടയാളങ്ങൾ കാണിച്ചിട്ടുണ്ടോ? നമ്മളത് കണ്ടവരാണോ? അടയാളങ്ങൾ കാണിച്ചത് എന്തിനാ? നമ്മൾ ഭാരപ്പെടാനല്ല, നമ്മളെ തന്നെ ബലപ്പെടുത്താനാ, യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുവാനാ. അബ്രഹാമിനെ നോക്കിക്കേ, സാറായിനെ നോക്കിക്കേ. അടുത്തത് അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിന്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച്, സകല ശൂന്യസ്ഥലങ്ങളെ ആശ്വസിപ്പിച്ച്, അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും, മരുഭൂമിയെ ഏദനെ പോലെയും, അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും. ഒന്നിന്നേ ഭാവിയെക്കുറിച്ച് ദൈവം പറയാ, യാക്കോബ് ഗ്രഹമേ, നീ അടിമത്വത്തിൽ കിടക്കുന്നു. ഇത് നിന്റെ അന്ത്യമല്ല. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഈ അനുഭവത്തിൽ നിന്ന് കടത്തി വിടുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ദൈവം ഈ അനുഭവങ്ങളിൽ നിന്ന് നമ്മളെ കടത്തി വിടുന്നത്. നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാ, നമ്മളെ വിട്ട് കളയുന്നവനല്ല, നമ്മളെ ത്യജിക്കുന്നവനല്ല. ഒരു നാളും ഞാൻ നിന്നെ കൈവിടത്തില്ല. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവം ഇത് അനുവദിക്കുമ്പോൾ, ആ ഉദ്ദേശ്യം പൂർത്തീകരിക്കുമ്പോൾ
അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ. വായിച്ചേ അടുത്തത്, അതിൻ്റെ 4-ാമത്തെ വാക്യം. എന്റെ ജനമേ, എന്റെ ജനമേ, എന്റെ വാക്കു കേൾപ്പീൻ. ഒന്നുകൂടെ പറയുക, 2-ാമത്തെ പ്രാവശ്യം, എന്റെ ജനമേ. നമ്മൾ ഓരോരുത്തർക്ക് അവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ ജനമേ, എന്റെ വാക്ക് ഒന്ന് കേൾക്കാമോ, ശ്രദ്ധിക്കാമോ? വായിച്ചേ. എന്റെ ജാതിയെ, എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവിൻ. എന്റെ ജാതി, എന്റെ ജനം, ചെവി താ, ശ്രദ്ധിക്ക്. അടുത്തത്, ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. അതിൻ്റെ അർത്ഥം, വംശങ്ങൾ എൻ്റെ ന്യായം കണ്ട് അവർ പറയുന്നത് ഒറ്റയൊരു കാര്യമാ, യഹോവയായ ദൈവം നീതിമാനാ, ഒരു തെറ്റും ചെയ്യത്തില്ല, എൻ്റെ ന്യായം ഞാൻ വംശങ്ങളുടെ മുമ്പേ വെളിപ്പെടുത്തും. അടുത്തത് പറയുന്നത്, എന്റെ നീതി സമീപമായിരിക്കുന്നു. എൻ്റെ നീതി സമീപമായിരിക്കുന്നു. എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. എൻ്റെ ഭുജം വംശങ്ങൾക്ക് ന്യായം വിധിക്കും എന്ന് പറഞ്ഞാൽ ദൈവം അനീതി കാണിക്കത്തില്ല. എൻ്റെ ഭുജം, എൻ്റെ ബലം എൻ്റെ ന്യായത്തെ വെളിപ്പെടുത്തും. അടുത്തത്, ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. എൻ്റെ ബലത്തിൽ, എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നുണ്ട്. അടുത്തത് 6-ാം വാക്യം. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ. കണ്ണുകൾ ഒന്ന് ആകാശത്തിലേക്ക് ഉയർത്താമോ? താഴെ ഭൂമിയെ നോക്കുവീൻ. താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പോയി പോകും. ആകാശം പുക പോകുന്ന പോലെ പോയി പോകും. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അമേരിക്കയിലെ 4 ആസ്ട്രോനോട്ട്സ് അവർ നമ്മുടെ ചന്ദ്രൻ്റെ ചുറ്റും കറങ്ങിയിട്ട് അവർ മടങ്ങി വന്നപ്പം അതിൽ ഒരു ആസ്ട്രോനോട്ട് പറയുന്നത്, ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഞങ്ങൾ ഒരു സ്പേസ് ക്രൗഡ് ചെറിയ ക്യാപ്സൂളിലാണ് 4 പേര് മടങ്ങി വരിക. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ജനലിൽ നിന്ന് ഭൂമിയെ കാണുമ്പോൾ ഈ ഭൂമിയും ഇങ്ങനത്തെ ഒരു ക്യാപ്സൂലല്ലയോ. നമ്മളെത്ര ജനം ഈ ഭൂമിയിൽ വസിക്കുന്നു. ഈ വലിയ ആകാശത്തെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന് വസിക്കുന്ന ഒരു ചെറിയൊരു ക്യാപ്സൂലല്ലയോ ഈ ഭൂമി. ഇത്ര വലിയ ആകാശം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, വരുന്ന ദിവസങ്ങളിൽ ഈ ആകാശവും ഈ ഭൂമിയും പോയി പോകും. ഇത് എന്നേക്കും നിലനിൽക്കുന്നതല്ല ഈ ആകാശവും ഭൂമി. ഒന്ന് ചിന്തിച്ച്, നമ്മൾ ഉണ്ടാക്കിയ വലിയ പട്ടണങ്ങൾ, നമ്മൾ താമസിക്കുന്ന ഈ ഭവനം, ദൈവം പറയുന്നത് ഇതെല്ലാം പോകുന്ന ദിവസം അടുത്തു. അതിൻ്റെ താഴെ പുക പോലെ ഇത് പോകും. ഭൂമി വസ്ത്രം പോലെ പഴകും. ഭൂമി വസ്ത്രം പോലെ പഴകുന്നേ. എനിക്ക് ഇന്ന് ഈ ഭൂമിയിൽ അഡ്രസ്സുണ്ട്. ആ അഡ്രസ്സ് എൻ്റെ ആധാർ കാർഡിലും പാസ്പോർട്ടിലും ഒക്കെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ദൈവം പറയുന്ന ഈ പഴയ തുണി പോലെ ഈ ഭൂമി ദൈവം ചുരുട്ടിക്കളയുന്നേ. പുക പോലെ ഇത് പോകും. ഈ ഭൂമിക്ക് അഡ്രസ്സ് കാണത്തില്ല. ആ ദിവസം വരുന്നുണ്ട്. ഞാൻ ആശ്രയിക്കുന്ന ആരില്ല. അടുത്തത്, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എന്റെ രക്ഷ എന്നേക്കുമിരിക്കും. എന്റെ രക്ഷ എന്നേക്കും നിൽക്കും. എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല. എന്റെ നീതിക്ക് ഒരു നീക്കവും വരുത്തില്ല. ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒരു ദിവസം ഈ ഭൂമി പോകേണ്ടതാ. ഈ ഭൂമിയിൽ ആർക്കും പറയാനൊക്കത്തില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന്. സഭ ഇവിടുന്ന് ഇടക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 7 വർഷത്തിൻ്റെ മഹാ ഉപദ്രവ കാലം കഴിയുമ്പോൾ 1000 ആണ്ട് വാഴ്ചയുണ്ടല്ലോ.
1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ ആ വെള്ള സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുമ്പോൾ ഈ ആകാശവും ഭൂമിക്ക് എന്തോ സംഭവിക്കും? നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, പുതിയ ആകാശവും പുതിയ ഭൂമിയായിരിക്കും വരുന്നത്. ഒറ്റ മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് പറയാനൊക്കത്തില്ല ഞാൻ എങ്ങും പോകുന്നില്ല. സ്വർഗം അല്ലെങ്കിൽ നരകം, മൂന്നാമത്തെ സ്ഥാനമില്ല. അടുത്തത് അതിൻ്റെ താഴെ വായിച്ചേ, 7-ാമത്തെ വാക്യം. നീതിയെ അറിയുന്നവരും നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ, ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനം. വായിച്ചേ, എൻ്റെ വാക്കു കേൾപ്പീൻ. പിന്നെയും ദൈവം പറയുന്നത് 3-ാമത്തെ പ്രാവശ്യം, ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള എൻ്റെ ന്യായപ്രമാണമുള്ള ജനം, എൻ്റെ വാക്കു കേൾപ്പീൻ. എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. ഇനി അടുത്തത് കർത്താവ് പറയുന്നേ, നിങ്ങൾ മനുഷ്യരുടെ നിന്നെ കണ്ട് ഭയപ്പെടല്ലേ. അതിൻ്റെ അർത്ഥം, നമ്മളിൽ ഒത്തിരി പേരുണ്ട് സത്യത്തെ അറിഞ്ഞിട്ടും അവർ ഈ സത്യത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ അവർക്ക് ഭയമാ. അവരുടെ മനസ്സിൽ വേറെ ഒത്തിരി ചിന്തകൾ കിടപ്പുണ്ട്. ഞാൻ ഈ സത്യത്തിൻ്റെ പിന്നാലെ ഇറങ്ങിയാൽ പിന്നെ നാളെ ഞാൻ ചത്താൽ എന്നെ കുഴിച്ചാരിടും. എൻ്റെ മക്കളുടെ കല്യാണം എങ്ങനെ നടക്കും? എൻ്റെ മാനം, എൻ്റെ ആ നല്ല പേര്, ആൾക്കാർ എന്നെ പരിഹസിക്കുമല്ലോ. ബന്ധക്കാർ അവരുടെ മക്കളുടെ കല്യാണത്തിന് എന്നെ വിളിക്കത്തില്ലല്ലോ. ഇന്ന് എൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്നവർ ഇവരെല്ലാം എന്നെ കൈവിടുമല്ലോ. സമാജത്തിൽ എനിക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുമല്ലോ. എന്നെക്കുറിച്ച് എൻ്റെ ബന്ധക്കാർ, സ്വന്തക്കാർ എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഇതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടെ ഒതുങ്ങിയിരിക്കുക. ക്രിസ്തു നിമിത്തം ലജ്ജ സഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവിടെ ഒരു ചോദ്യം വരുന്നത്, ക്രിസ്തുവിനെ അറിഞ്ഞതാണോ? അറിഞ്ഞതാണെങ്കിൽ അവിടെ എങ്ങനെ നിൽക്കാൻ കഴിയുന്നേ? ബന്ധം, സ്വന്തത്തെ നോക്കി അവിടെ എങ്ങനെ നിൽക്കാൻ കഴിയുന്നേ? നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ശ്രദ്ധിച്ചല്ലോ, എൻ്റെ കർത്താവ് എൻ്റെ പകരമായിട്ടല്ലയോ തുപ്പലേറ്റെടുത്തത്. താടിയുടെ മുടി പറിച്ചെടുത്തോ? തലയിൽ വടി വെച്ച് അടിച്ചോ? കിരീടം വെച്ചോ? പുറത്ത് ചാട്ടവാരെടുത്ത് അടിച്ചോ? ആണിയെ തറച്ചോ? ശൂലം വെച്ചില്ലയോ? ഹൃദയത്തിലേക്ക് ശൂലമില്ലയോ അടിച്ചത്? എനിക്ക് വേണ്ടിയല്ലയോ എൻ്റെ കർത്താവ് പാപം ചെയ്തായിരുന്നു? എനിക്ക് വേണ്ടിയല്ലയോ എൻ്റെ കർത്താവ് നിന്ദിതനായത്, നഗ്നനായത്? ഒരു തുണിയുടെ കഷ്ണം പോലും ശരീരത്തിലില്ല. ആ ക്രിസ്തുവിന് വേണ്ടി, ഒന്നുകൂടെ ചോദിക്കുന്നത്, ആ ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുന്നത് നമുക്ക് പ്രയാസമാണോ? പിന്നെ എന്താ ഈ ക്രിസ്തുയുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്? ഈ കർത്താവിന് വേണ്ടിയാണോ കഷ്ടം സഹിച്ചത്? എനിക്ക് വേണ്ടിയില്ലയോ? ഇന്ന് എത്ര ലക്ഷക്കണക്കിന് ജനം, വേറെ വിശ്വാസത്തിലുള്ള ജനം ഈ സത്യം അറിഞ്ഞപ്പം അവർക്ക് ലാഭമായതെല്ലാം ഛേദമായി എണ്ണി അവർ ഈ വഴിയിൽ ഇറങ്ങി തിരിച്ചു. എത്ര ത്യാഗങ്ങൾ, എത്ര നഷ്ടങ്ങളാണ് അവർ സഹിക്കുന്നത് സന്തോഷത്തോടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു വിഷയം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ആ 7-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം.
നീതിയെ അറിയുന്നവരും നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളോരെ ആഹാ എന്റെ വാക്കു കേൾപ്പി. എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. നിങ്ങൾ മനുഷ്യർ നിന്ദിക്കുന്നത് അത് കണ്ട് ഭയപ്പെടല്ലേ. അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. അവരുടെ ദൂഷണങ്ങൾ കേട്ട് ഭയപ്പെട. നീ എന്തിനാ ഭയപ്പെടുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ഈ സത്യത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കണ്ടായോ? ഈ വചനങ്ങൾ നമുക്ക് ന്യായവിധിക്ക് കാരണമാകുമോ? അതോ അനുഗ്രഹത്തിൻ്റെ കാരണമാകുമോ? ഞാൻ ആരെ പേടിച്ചിട്ടാ ജീവിക്കുന്നത്? ഈ ക്രിസ്തുയുടെ പിന്നാലെ ഇറങ്ങിയതാണെങ്കിൽ ആ ക്രിസ്തുവിനെ സ്നേഹിച്ച് നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം. അല്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കാം, എനിക്ക് ക്രിസ്തു അല്ല വലിയത്, എനിക്ക് എൻ്റെ ബന്ധക്കാരും സ്വന്തക്കാരാ വലിയത് പറഞ്ഞ് ഈ കർത്താവിനെ ഒന്ന് പറഞ്ഞു വിടാമല്ലോ. ഒരു ഡിവോഴ്സ് എടുക്കാം. കർത്താവേ, എനിക്ക് നീ വേണ്ട, എനിക്ക് എൻ്റെ ബന്ധവും സ്വന്തമാ വിലപ്പെട്ടത്. നിന്റെ പിന്നാലെ ഇറങ്ങിയാൽ എൻ്റെ മക്കളുടെ കല്യാണം നടക്കുമോ? അതിന് എനിക്ക് സ്വന്തക്കാർ വേണം. നിന്റെ പിന്നാലെ ഞാൻ ഇറങ്ങി തിരിച്ചാൽ നാളെ ഞാൻ മരിച്ചാൽ എന്നെ കുഴിച്ചാരിടും. അതുകൊണ്ട് നീ അല്ല വലിയത്, എനിക്ക് എൻ്റെ ആൾക്കാർ, എൻ്റെ ബന്ധം സ്വന്തം അതാ. ഇന്ന് തീരുമാനിച്ച് കർത്താവുമായി ഒരു ഡിവോഴ്സ് എടുത്തിട്ട് നമുക്കങ്ങ് പോകാം. കാരണം എനിക്ക് കർത്താവല്ല വലിയത്. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ധൈര്യത്തോടെ നമ്മുടെ ബന്ധക്കാരുടെ മുമ്പേ ഇനിയും തൊട്ട് ഞാൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു എന്ന് ധൈര്യത്തോട് പറയാൻ പ്രാഗൽഭ്യമുണ്ടോ? ഞാൻ ആരുടെ പിന്നാലെയാ ഇറങ്ങി തിരിച്ചേക്കുന്നത്? എനിക്ക് വേണ്ടി ക്രൂശിൽ സ്വന്തം ജീവനെ അർപ്പിച്ച ആ ക്രിസ്തു ആണോ എൻ്റെ വിശ്വാസത്തിൻ്റെ സ്റ്റാർട്ടിങ് ഓഥർ? കർത്താവിനെ നോക്കിയാണോ ഞാൻ പിന്തിരിച്ചത്? അടുത്തത് അതിൻ്റെ 8ാമത്തെ വാക്യം വായിക്കാം. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും. അഴിച്ചു കളയും. കൃമി അവരെ കമ്പിളിയെ പോലെ തിന്നുകളയും. കൃമി അവരെ തിന്നുകളയും. എന്നാൽ ഞാൻ അവരുടെ കൂടെ നിന്നാൽ എൻ്റെയും ഗതികേട് അതായിരിക്കുമോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, അവരെ തിന്നുന്ന ആ കൃമി എന്നെയും തിന്നുമോ? അടുത്തത്, എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. എൻ്റെ രക്ഷ തലമുറ തലമുറയായി ഇരിക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തിന് മുമ്പേ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെയും പിന്നെയും പറയുന്നുണ്ടല്ലോ, എൻ്റെ വാക്കുകൾ കേൾപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ വെട്ടിയെടുത്ത പാറ, ഈ നിമിഷം വരെ ദൈവം വിശ്വസ്തനായി നമ്മളെ നടത്തിയോ? ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? അബ്രഹാമും സാറായിനെ ഒന്ന് നോക്കിക്കേ. ഞാൻ അവരെ അനുഗ്രഹിച്ചു, ഞാൻ അവരെ വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയുമോ? അകത്ത ആശ്വാസമുണ്ടോ? എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. നീതിയെ അന്വേഷിക്കുന്നവര്, പിന്തുടർന്നവര്, ദൈവത്തെ അന്വേഷിക്കുന്നവര്, അവരുടെ ഹൃദയത്തിലുള്ള വാഞ്ച, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം. എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ ഞാൻ ഇറങ്ങി തിരിച്ചതാ. ലാഭമായതെല്ലാം ഛേദമായി എണ്ണി എനിക്ക് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആ തീരുമാനമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധം സ്വന്തം വലിയതാണെങ്കിൽ
നമുക്ക് കർത്താവിനെ തള്ളിക്കളയാം. വേണ്ട. നമുക്ക് നമ്മുടെ ബന്ധം സ്വന്തം ഇല്ലയോ വലിയത്, നമുക്ക് അവരുടെ കൂടെ, അവരിൽ ആശ്രയിച്ച്, അവരുമായിട്ട് കൂട്ടായ്മ പങ്കിട്ട് നമുക്ക് മുന്നോട്ട് പോകാമേ. ക്രിസ്തു അല്ലല്ലോ വലിയത്. ഇന്ന് തീരുമാനിക്കാം, ഞാൻ എവിടെ നിൽക്കുന്നു. ക്രിസ്തുവും നമ്മുടെ സ്വന്തം ബന്ധവും രണ്ടും ഒന്നിച്ച് ഒക്കത്തില്ല. എൻ്റെ പിന്നാലെ ഇറങ്ങി തിരിക്കുന്നവൻ സ്വന്തം അപ്പനെയോ അമ്മയോ, സഹോദരന്മാരായിക്കോട്ടെ, സഹോദരിമാരായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സ്വന്തം ജീവിതത്തെ ത്യജിക്കാത്തവൻ എൻ്റെ ശിഷ്യനാകാൻ കഴിയത്തില്ലെന്ന് നമ്മുടെ കർത്താവ് സ്പഷ്ടമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് എന്തിന്? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോട് സ്പഷ്ടമായി സംസാരിക്കുന്നതിനായി സ്തോത്രം. ഈ കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്ക് കാരണമാകല്ലേ. നിന്റെ വാക്ക് കേട്ട്, നിന്റെ വാക്കുകളെ അനുസരിച്ച്, നിന്റെ നീതിയെ സ്നേഹിച്ച്, നിന്റെ രക്ഷയുടെ വില മനസ്സിലാക്കി സന്തോഷത്തോടെ നിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അതിനായി എത്ര വില കൊടുക്കേണ്ടി വന്നാലും, സ്വന്തക്കാർ ബന്ധക്കാർ എത്ര അനാവശ്യം പറഞ്ഞാലും സന്തോഷത്തോടെ നിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച ടൊറോണ്ടോയുടെ പ്രദേശത്ത് ശുശ്രൂഷിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചു. വരുന്ന ദിവസങ്ങളിൽ മോൺട്രിയാലും വാൻകൂവറിൻ്റെ പ്രദേശത്തുള്ള ശുശ്രൂഷയിൽ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കർത്താവേ, നിന്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. പോകുന്നിടത്തെല്ലാം നിന്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. നിന്റെ വരവിനായി ഞങ്ങളെ ഓരോരുത്തരും ഈ ദിവസങ്ങളെ ഒരുങ്ങുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥനയെ പറഞ്ഞ പോലെ തന്നെ മോൺട്രിയാലും വാൻകൂവറിൻ്റെ പ്രദേശത്തിലൊക്കെ ശുശ്രൂഷയിലായിരിക്കും. ദൈവം സഹായിച്ചാൽ 4-ാം തീയതി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ച് ഭോപ്പാൽ ഇന്ത്യയിലേക്ക്. ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ 6-ാം തീയതി ഞങ്ങൾ ഭോപ്പാലിലെത്തും. ഞങ്ങളെ ഓർത്ത് ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാരനാഥ.